നമസ്കാരം. നടിയെ ആക്രമിച്ചു എന്ന കേസിൽ നടൻ ദിലീപിനെ ഇന്നലെ കോടതി വെറുതെ വിട്ടു. എന്നാൽ 2017 മുതൽ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ നടൻ ദിലീപ് നേരിടേണ്ടി വന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. തന്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ദിലീപിന് വളരെയധികം തകർച്ചകൾ ഉണ്ടായി എന്ന് തന്നെ പറയാം. അതിലെടുത്തു പറയേണ്ടത് 2017 മുതൽ 2025 വരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമ ജീവിത ചരിത്രം തന്നെയാണ്. നമ്മൾക്ക് ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദിലീപിന്റെ സിനിമാ ജീവിത ചരിത്രത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. നടിയെ ആക്രമിച്ചു എന്ന കേസിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ആദ്യം പുറത്തിറങ്ങിയ ചിത്രമാണ് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല. സിനിമയുടെ റിലീസ് സമയത്ത് ദിലീപ് കേസിൽ അറസ്റ്റിലായതുകൊണ്ട് തന്നെ റിലീസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും ചിത്രം തിയേറ്ററുകളിൽ വലിയ സാമ്പത്തിക വിജയം നേടുകയും 2017 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായി മാറുകയും ചെയ്തു. വിപ്ലവ പാർട്ടിയായ CDPയുടെ MLA ആയിരുന്ന KR രാമനുണ്ണി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രതിപക്ഷ പാളയത്തിലേക്ക് മാറുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നതിനിടെ തന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായ നേതാവ് കൊല്ലപ്പെടുന്നതോടെ രാമനുണ്ണി പ്രതിസ്ഥാനത്താകുന്നു. എല്ലാ തെളിവുകളും അയാൾക്കെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ രാമനുണ്ണി ഒളിവിൽ പോകാൻ നിർബന്ധിതനാകുകയും ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ രാമനുണ്ണി നടത്തുന്ന നിയമപരവും അല്ലാത്തതുമായ നീക്കങ്ങളാണ് സിനിമയുടെ കാതൽ എന്ന് പറയാം. 2018 മുരളി ഗോപി രചിച്ച് രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത കമ്മാര സംഭവവും വലിയ ഹിറ്റ് ചിത്രമായിരുന്നു. ഡബിൾ വേഷത്തിലായിരുന്നു ദിലീപ് ചിത്രത്തിൽ വേഷമിട്ടത്. പിന്നീട് അതേ വർഷം തന്നെ സവാരി എന്ന ചിത്രത്തിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തു. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറാമൂടായിരുന്നു നായകവേഷം കൈകാര്യം ചെയ്തിരുന്നത്. ചിത്രം പക്ഷേ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. 2019 4 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. കോടതി സമക്ഷം ബാലൻ വക്കീൽ, ജാക്ക് ഡാനിയൽ, ശുഭരാത്രി, മൈ സാന്റ എന്നീ ചിത്രങ്ങളാണ് 2019 റിലീസ് ചെയ്തത്. ഇതിൽ കോടതി സമക്ഷം ബാലൻ വക്കീൽ മാത്രമാണ് സാമ്പത്തിക വിജയവും തിയേറ്ററിൽ ഓടിയതുമായ ചിത്രം. മറ്റെല്ലാം വലിയ പരാജയം തന്നെയായിരുന്നു. പിന്നീട് 2 വർഷത്തിനു ശേഷം 2021 നാദിർ ഷാ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രം റിലീസ് ചെയ്തു. വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ ദിലീപ് എത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്. ആവറേജ് രീതിയിലാണ് ചിത്രം അറിയപ്പെട്ടത്. കൂടാതെ 2022 തട്ടാശ്ശേരി കൂട്ടം എന്നൊരു ചിത്രത്തിൽ ദിലീപ് കാമിയോ റോൾ ചെയ്തിരുന്നു. ഈ ചിത്രം നിർമ്മിച്ചതും ദിലീപ് തന്നെയായിരുന്നു. ചിത്രം പക്ഷേ വലിയ പരാജയമായിരുന്നു. 2023 വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രം സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിച്ചു. ചിത്രത്തിന് നല്ല അഭിപ്രായം ലഭിക്കുകയും ചെയ്തു. എങ്കിലും അതേ വർഷം റിലീസ് ചെയ്ത ബാന്ദ്ര വൻ പരാജയമായിരുന്നു. ചിത്രം ഇതുവരെ OTT അവകാശം പോലും വിറ്റുപോയിട്ടില്ല. 2024 യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ തങ്കമണി എന്ന ചിത്രം 8 നിലയിൽ പൊട്ടിപ്പോകുകയും വലിയ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു. നടന്ന സംഭവം എന്ന നിലയിൽ തയ്യാറാക്കിയതാണെങ്കിലും നാടകം പോലെ അനുഭവപ്പെട്ടു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത്. പിന്നീട് അതേ വർഷം പുറത്തിറങ്ങിയ പവി കെയർടേക്കർ എന്ന ചിത്രവും വലിയ വിജയം നേടിയില്ല. തുടർന്ന് 2026 പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ദി ഫാമിലി നല്ല അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ചു. ചിത്രത്തിൽ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും സിദ്ദിഖും അഭിനയിച്ചിരുന്നു. നിലവിൽ ഈ മാസം 18 റിലീസ് ചെയ്യാനിരിക്കുന്ന ബബ്ബബ്ബ ആണ് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം. ചിത്രത്തിൽ മോഹൻലാലും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കേസിൽ നിരപരാധിയായി കോടതി വിധി വന്ന ശേഷം റിലീസ് ചെയ്യാനുള്ള സിനിമയ്ക്ക് ഏത് തരത്തിലുള്ള പ്രതികരണം ലഭിക്കുമെന്ന് ഡിസംബർ 18 നമ്മൾക്ക് കണ്ടറിയാം.